മീശയൊക്കെ പിരിച്ചട്ടെ. തിന്നരുതെന്ന് നിന്നോട് ഞാൻ പറഞ്ഞ മരത്തിന്റെ പഴം നീ തിന്നോന്നറിയാലോ. പിന്നെന്തിനാണ് ഇങ്ങനെ ഈ ഡ്രാമ പ്ലേ ചെയ്യുന്ന എന്തിനാണ്? അതിന്റെ ഉത്തരം ഇതാണ്. ദൈവം ആദത്തോട് ആർട്ടിക്കുലേറ്റ് ചെയ്ത് പറഞ്ഞു കൊടുക്കുകയാണ്. എടാ കൊച്ചെ, നീ ഇങ്ങനെ പറയടാ. എന്ത് പറയണം? തിന്നരുതെന്ന് ദൈവമേ നീ എന്നോട് പറഞ്ഞ മരത്തിന്റെ പഴം ഞാൻ തിന്നുപോയി, ദൈവമേ എന്നോട് ക്ഷമിക്കണേ. ഇങ്ങനെ പറഞ്ഞാൽ മതിയായിരുന്നു. മനുഷ്യന്റെ ചരിത്രം വേറെ ആയനെ. അങ്ങേര് കറക്റ്റായിട്ട് നമ്മുടെ വല്യപ്പനായോണ്ട് അങ്ങനെ പറഞ്ഞില്ലെന്ന് മാത്രമല്ല, അതിന് വരം പറയാണ്, നീ എനിക്ക് കൂട്ടിന് തന്ന സ്ത്രീ കണ്ട, അവള് കണ്ടില്ലേ അവളുടെ മോന്ത ഇരിക്കുന്നു, അവള് എനിക്ക് തന്ന് ഞാൻ തിന്നു. ഇവിടെ ഞാൻ ആരാണ്? ഞാൻ നിരപരാധിയാണ്. ഇവിടെ ആരാണ് കുറ്റക്കാരൻ? ഹവ്വ അല്ല, ദൈവം. നീ എനിക്ക് ഇങ്ങനൊരു പെണ്ണിനെ തന്നോണ്ടല്ലേ അവൾ എനിക്ക് തന്നു, ഞാൻ തിന്നു. ആരാണ് കുറ്റക്കാരൻ? നീ. ഉടനെ ദൈവം അങ്ങോട്ട് തിരിഞ്ഞു. ഉടനെ അവള് പറയാണ്, ആ പന്ന പാമ്പ് അവൻ തന്ന് ഞാൻ തിന്ന്. ഞാൻ പേടിച്ചിട്ട് കൊത്തുവന്ന് പേടിച്ച് തിന്ന കർത്താവേ. ചുമ്മാ വെറുതെയാ. സത്യം പറഞ്ഞ ഈ കഥയില് മനമര്യാദ ഉള്ളത് പാമ്പിന് മാത്രമേ ഉള്ളൂ. അതൊന്നും മിണ്ടാതിരുന്ന് ശിക്ഷയെല്ലാം കേട്ടിട്ട് പോയി. നമ്മളെക്കാളും ഭേദം പാമ്പായിരുന്നു. ആക്സെപ്റ്റ് യുവർ റിയാലിറ്റി ഓഫ് സിൻ. അക്നോളജ് ഇറ്റ്. ബി റെഡി ടു ആക്സെപ്റ്റ് ഇറ്റ് ആസ് ഇറ്റ് ഈസ്. അതിന്റെ പേരാണ് റിപ്പന്റൻസ്. അല്ലാതെ കൂടുതൽ സ്റ്റോറി മെനഞ്ഞ് നമ്മളെ കംപ്ലീറ്റ് ആയിട്ട് ഫ്രീ ആക്കി മാറ്റരുത്.